നമുക്കൊരു നാടൻ രുചിയിൽ വറുത്തരച്ച് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകം, പിന്നെ നോർമൽ ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട്. 2, 3 കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം 1 സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരുമുളക് മാത്രം 1/2 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. മല്ലിപ്പൊടി റോ ആണ് നല്ലത്. എൻ്റേൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഇനി 2, 3 വറ്റൽമുളകും കൂടെ ചേർക്കാം. എല്ലാം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് ഓയിൽ ചേർക്കാം. ഇതിൽ ഒരു ശകലം പട്ടയും പിന്നെ ഒരു വറ്റൽമുളകും ചേർക്കാം. ഇനി ഒരു വലിയ സൈസ് സവാള അരിഞ്ഞ് ചേർക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ചേർക്കുക. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതിയാകും. ഗ്രാമ്പു, ഏലക്ക എന്നിവയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ചേർത്തിരിക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർക്കാം. അത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നല്ല നാടൻ രീതിയിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ പൊടി ഇതിലോട്ട് ചേർക്കാം. ഇനി അതും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 1 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളിയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് പച്ചയായിരുന്നത് കൊണ്ടാണ് ഞാൻ പച്ച തക്കാളി ചേർത്തത്. നിങ്ങളുടെ അടുത്ത് പഴുത്തതുണ്ടെങ്കിൽ പഴുത്തതായിരിക്കും ചേർക്കുന്നത് നല്ലത്. ഇനി അല്പം വേവിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ അടുത്തുള്ളത് പഴുത്തതാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചയായതുകൊണ്ട് പെട്ടെന്ന് വേവാനാണ് ഞാൻ വെള്ളം ചേർത്തത്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻ്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം. നിങ്ങൾ 1 കിലോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികളും സവാളയുടെ എണ്ണവും ഒക്കെ കൂട്ടിയെടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കുക. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ മിക്സാക്കി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഒരു 10-15 മിനിറ്റൊക്കെ നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ചിക്കൻ കുക്കാവുന്നവരെ കുക്ക് ചെയ്യുക. ലാസ്റ്റ് കറിവേപ്പില കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.